നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളോട് തെറ്റ് ചെയ്യുന്നതിൽ അവർക്ക് കുറ്റബോധമുണ്ടോ? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തുതരം തെറ്റുമായിക്കോട്ടെ, അപ്പോൾ ആ തെറ്റുകൾ നിങ്ങളോട് ചെയ്യുന്നതിൽ അവർക്ക് കുറ്റബോധമുണ്ടോ? അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കുന്നു വെച്ചാൽ, നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കും. അതാണ് ഈ കാർഡ്സ് 1, 2, 3 ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്താൽ തന്നെ ഈ ജനറൽ റീഡിംഗ് കണ്ടിട്ട് നിങ്ങൾ ഡിസിഷൻസ് ഒന്നും എടുക്കരുത്. പിന്നെ പിന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. ഇവൻ 2 ദിവസമായിട്ട് ഞാൻ റീഡിംഗ് എടുക്കുമ്പോൾ ഇവൻ കയറി കിടക്കും. എന്താ ഉദ്ദേശം എന്ന് മനസ്സിലായിട്ടില്ല. കുറേ നാളായിട്ട് ഉണ്ടായിരുന്നില്ല ഇങ്ങനെ. ഇവിടെ കുറേ കൊച്ചുകളുണ്ട്, ആരും അങ്ങനെ വരാറില്ല, ചിലരേ വരുമുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി. രണ്ടാമത്തെ ചോദ്യം, അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? മൂന്നാമത്തെ ചോദ്യം, അവരുടെ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നാലാമത്തെ ചോദ്യം, അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് കരുതുന്നത്, വിചാരിക്കുന്നത്? അഞ്ചാമത്തെ ചോദ്യം, അവർ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് എന്ത് എക്സ്ക്യൂസാണ് പറയുന്നത്? ആറാമത്തെ ചോദ്യം, അവർക്ക് കുറ്റബോധമുണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ റീഡിങ്ങിലേക്ക് പോവാണ്. 1, 2, 3 നിങ്ങൾ സെലക്ട് ചെയ്തോളൂ. നമുക്ക് എന്നിട്ട് റീഡിങ്ങിലേക്ക് പോവാം. ആദ്യം ഓറക്കൽ മെസ്സേജിൽ നിന്ന് തുടങ്ങാം. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം കേട്ടോ. രണ്ടാമത്തെ കാർഡ്, ഇത് മൂന്നാമത്തെ കാർഡ്. ഇത് നോക്കിയൊക്കെ ചെറുപ്പം കഴിഞ്ഞിട്ട് പോരും. ഇടയ്ക്കല്ലോ ചുരുക്കം ഇടയ്ക്കല്ലോ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നമ്മൾ ആദ്യം ഓറക്കൽ മെസ്സേജാണ് നോക്കാൻ പോകുന്നത്. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഇതൊക്കെ ഇടയ്ക്കുന്നുണ്ടായിരുന്നു, ബുദ്ധിമുട്ടില്ല. ശിവായ, ഓം നമഃ 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 ശിവായ. നമുക്ക് ചോദിച്ചു നോക്കാം. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള നിങ്ങൾക്കുള്ള ഓറക്കൽ മെസ്സേജാണിത്. ഭഗവാനെ, ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കൽ മെസ്സേജാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. കാർഡ് വരുന്നില്ല. ഭഗവാനെ, ഓം നമഃ ശിവായ. ഒരു കാർഡാണ് വന്നത്, ഇനി വരുമെന്ന് നോക്കാം. ഷഫിൾ ചെയ്തിട്ട് ഇനി കാറ്റൊന്നും വരുന്നില്ല. അപ്പം ഈ ഒരു കാർഡാണ് ഇത്. പവറാണ്. തൃശൂലം എന്ന് പറഞ്ഞ പവർ, അജ്ഞാനത്തിനെ മാറ്റാൻ പറ്റുന്ന പവറുള്ള ഒരു ആയുധമാണ്. ഇരുട്ടിനെ ഭേദിക്കുന്ന ഒരു പവറാണത് തൃശൂലം. അപ്പോൾ അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനം വരിക, അതാണ് ഈ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറിവില്ലായ്മയിൽ നിന്ന് അറിവുകൾ വരിക, നമ്മളുടെ മനസ്സിൽ കിടക്കുന്ന ഇരുട്ടിനെ ഭേദിച്ചിട്ട് അവിടെ വെളിച്ചം കൊണ്ടുവരിക, അതാണ് ഉദ്ദേശം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ഹെർമിറ്റാണ്. ഈ പേഴ്സൺ ഒരു സോൾ സെർച്ചിങ്ങിലാണ്. സോൾ സെർച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളുടെ ഒരു അവലോകനം. എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്, ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതല്ലെങ്കിൽ ഗുണങ്ങളുണ്ടോ, ഇതൊക്കെയാണ് ഈ നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നത്. വെർഗോ സോഡിയാക് സൈൻ ആണ്. അപ്പോൾ
ഓക്കെ, നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഒരു പ്രാവശ്യം കൂടി ഷഫിൾ ചെയ്ത് നോക്കാം. സോറി. അപ്പോൾ ഇതിനെ ക്ലാരിഫൈ ചെയ്ത് നോക്കാം നമുക്ക്. ഹെർമിറ്റിനെ ക്ലാരിഫൈ ചെയ്യുന്നത് 9 of Swords റിവേഴ്സും ഡെവിൾ എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സണ് ഈ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ഈ പേഴ്സൺ ഏത് സിറ്റുവേഷനിലാണോ അതുകൊണ്ട് ഈ പേഴ്സണ് സ്ട്രെസ് ഒന്നുമില്ല. ഈ പേഴ്സൺ വളരെ റിലാക്സ്ഡ് ആണ്. കാരണം ഈ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡെവിൾ എനർജിയാണ്. മനസ്സിലായോ? ഒരു ഒബ്സഷൻ അല്ലെങ്കിൽ ഒരു അഡിക്ഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഇടയ്ക്ക് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഇതാരും അറിയാൻ പാടില്ല. വളരെ സീക്രട്ടീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാപ്രിക്കോൺ സോഡിയക് സൈൻ ആണ്, വെർഗോയും. അപ്പോൾ ഒരു ഒബ്സസീവായിട്ട് ഈ പേഴ്സണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണോ ശരിയാണോ എന്ന് ചിന്തിച്ചാലും ഈ പേഴ്സൺ അത് ചെയ്യാതിരിക്കാനുള്ള ഒരു ചെയ്യാനാണ് ഒരു പ്രേരണ ലഭിക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒബ്സസീവായിട്ട് ചെയ്യാണ് എന്ത് കാര്യമാണെങ്കിലും. അപ്പോൾ പക്ഷെ അതുകൊണ്ട് ഒരു കുറ്റബോധമോ ഒരു സ്ട്രെസ്സോ ഒന്നും നിങ്ങളുടെ പേഴ്സൺ ഇല്ല കേട്ടോ. അപ്പോൾ ആരോടും പറയാതെ സീക്രട്ടീവായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ പേഴ്സൺ? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? രണ്ട് രാജാക്കന്മാരാണത്, രണ്ട് മെയിൽ എനർജീസ് ആണിത്. പക്ഷെ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുന്നില്ല. ഇന്ന് ചിലപ്പോൾ രണ്ടുപേരും ഒരേ ജെൻഡറിൽ പെട്ട ആളുകൾ തമ്മിലുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ ഇത് രണ്ട് ബ്രദേഴ്സ് ആവാം, രണ്ട് ബിസിനസ് പാർട്ട്നേഴ്സ് ആവാം, രണ്ട് ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ രണ്ട് ലവേഴ്സ് ആവാം കേട്ടോ. അപ്പോൾ ഒരാൾ ഭയങ്കര ഇമോഷണലാണ്, ഒരാൾ ഇമോഷണൽ ആണ് ഈ പേഴ്സൺ. പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ മാത്രം വളരെ സെൽഫിഷായ എനർജിയാണ് രണ്ടുപേരും. പക്ഷേ ഒരാൾ ഭയങ്കര ഇമോഷണലാണ്, മറ്റേ ആൾ ഫയർ സൈൻ ആണ്. പെട്ടെന്ന് ചാടിക്കയറി കാര്യങ്ങൾ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ ഒരു ഗേ എനർജി ആണോ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഫീമെയിലും നിങ്ങളുടെ പേഴ്സൺ ഒരു മെയിലും ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് വേറൊരു മെയിൽ എനർജി ആയിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവാം. അങ്ങനെയുള്ളൊരു പോസിബിലിറ്റി. രണ്ടുപേരും ഒരേ ലെവലിലുള്ള രണ്ടുപേരാണ്, അവർ തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ട്. പക്ഷേ ഇപ്പോൾ രണ്ടുപേരും മിണ്ടാതിരിക്കുന്ന പോലെ. ഇതൊരു ബിസിനസ് പാർട്ട്നേഴ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം, ചിലപ്പോൾ ഒരു കപ്പിൾ ആവാം. രണ്ടുപേരും തമ്മിൽ സ്നേഹിക്കുന്ന രണ്ട് മെയിൽ എനർജീസും ആവാം. അപ്പോൾ ഇതിലെന്തോ ഒരു ഒബ്സഷൻ ഉണ്ട്, മനസ്സിലാവും. അപ്പോൾ ചെയ്യുന്ന കാര്യം, അപ്പോൾ ഒരു ഫീമെയിൽ മെയിലിൻ്റെ ഇടയിലേക്ക് ഒരു തേർഡ് പാർട്ടി ആയിട്ട് വേറൊരു മെയിൽ വരുന്നത്, അത് നിങ്ങളുടെ പേഴ്സൺ മെയിലാണെങ്കിൽ മെയിൽ കണക്ഷനാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു അവലോകനം നടക്കുന്നത്. ഈ പേഴ്സണ് ഇത് ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഈ പേഴ്സൺ ഒബ്സസീവ് ആയിട്ടാണ് ചെയ്യുന്നത്, വളരെ അഡിക്റ്റഡ് ആണ് ഈ സിറ്റുവേഷനിൽ. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ആരാണ് കിങ് ഓഫ് വാൻഡ്സ്? ഒരു ടവർ മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് വന്നിട്ട് ഈ പേഴ്സൺ ഉപേക്ഷിച്ച് പോയ പോലെയാണ്, കൈവിട്ട പോലെയാണ്. അങ്ങനെ ഒരു ടവർ മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല, പക്ഷെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ വഴക്കിട്ടിരിക്കുകയാണ്, രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുന്നില്ല. അപ്പോൾ ഇവർ തമ്മിൽ എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ട്, അതൊരു ടവർ മൊമെന്റിൽ തീർന്നിട്ട് ഇവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുന്നില്ല. അതാണ് കാണിക്കുന്നത്. ഇവിടെ സ്ട്രോങ് ആയിട്ട് സ്കോർപിയോ ആണ് വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്?
10 ഓഫ് പെൻറ്റക്കിൾസ് തന്നെയാണ്. ഈ പേഴ്സൺ ഇങ്ങനൊരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതൊരു മാരീഡ് സിറ്റുവേഷൻ ആണ്. എല്ലാ തരത്തിലും ഫേമസ് ആയ 2 പേരാണ്, വലിയ ഫാമിലിയാണ്, ഇഷ്ടംപോലെ പണമുണ്ട്, 2 പേരും നല്ല ലെവലിൽ ജോലിയുള്ള 2 പേരായിരിക്കും നിങ്ങളുടെ പേഴ്സണും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സക്സസ്ഫുൾ ആയിട്ടാണ്, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളായിരിക്കാം ഫാമിലി, ഈ പേഴ്സൻ്റെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നിങ്ങളാണ്, ഫാമിലി നിങ്ങളാണ്. അതുപോലെ തന്നെ ഇതൊരു സക്സസ്ഫുൾ ആകണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ തമ്മിൽ, കേട്ടോ. അപ്പോൾ ഇതൊരു സീക്രട്ടീവ് ആയിട്ട് വെക്കാനാണ് നിങ്ങളുടെ പേഴ്സൻ്റെ പ്ലാൻ. കാരണം നിങ്ങൾ അറിഞ്ഞാൽ, ഇങ്ങനൊരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞാൽ പ്രശ്നമുണ്ടാവും. ഇവിടെ പ്യോർലി മാരേജ് പേർപ്പസ് ആണ്, എന്ന് വെച്ചാൽ സ്നേഹമില്ല ഇവിടെ, സോൾമേറ്റ് കണക്ഷനോ ലവോ ഒന്നുമില്ല നിങ്ങൾ തമ്മിൽ, നിങ്ങളുടെ പേഴ്സണും തമ്മിൽ. അപ്പോൾ ലവ് ഈ പേഴ്സൺ വേറൊരാളെ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ അറിയുന്നില്ല. പക്ഷേ ഇപ്പോൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. ഇപ്പം മാരേജ് നിങ്ങളോട്, ഈ സിറ്റുവേഷൻ ഇപ്പം നിങ്ങളുടെ പേഴ്സണലുള്ള സിറ്റുവേഷൻ ആ പേഴ്സണെ നാട്ടുകാരെ അറിയിക്കാൻ പറ്റില്ല. കാരണം ഈ പേഴ്സണൽ റെപ്യൂട്ടേഷൻ ഉണ്ട്, പിന്നെ ഈ പേഴ്സൻ്റെ സൽപ്പേര്, കുടുംബ മഹിമ എല്ലാം പ്രശ്നമാകും. അതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള കണക്ഷനാണ് മുമ്പോട്ട് പോവുക. തേർഡ് പാർട്ടി ആയിട്ട് വന്നേക്കുന്ന ഈ പേഴ്സൺ പുറത്ത് അറിയാതിരിക്കാനാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും 2 പേരും തമ്മിൽ ഒരു ഉടക്കുള്ളത്. ഇവർ 2 പേരും തമ്മിൽ ഉടക്കുള്ളത്. ജെമിനായി സോഡിയാക് സൈൻ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത്? എൻ്റെ മമ്മി താഴെ തേങ്ങ ചിരകുന്നുണ്ട്. ആ തേങ്ങ ചിരകുന്ന സൗണ്ടും പിന്നെ അവിടെ വേറെ പൂച്ചകളുണ്ടല്ലോ, അവന്മാരുടെ ഒച്ചയും കേട്ടിട്ട് ഇവൻ അലേർട്ടായി. കുഞ്ഞുകുട്ടി പോ, ചെലുക്ക് പോണില്ലേ തേങ്ങ പോയിട്ട് എങ്ങനെ വേഗം ചെല്ലു തീരുമാനിച്ചിട്ട് വേവിമിയോടോ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങ വേണ്ടേ കുഞ്ഞു ഞങ്ങ വേണ്ടേ? വേണ്ട, എന്നെ ഇവിടെ കിടക്കാൻ പോവുക എന്നാ കിടന്നോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? 2 ഓഫ് പെൻറ്റക്കിൾസ്, മൾട്ടിപ്പിൾ പ്രയോറിറ്റീസും ഉണ്ട്, അംബീഷ്യസ്. നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങൾ വളരെ കേപ്പബിൾ ആയ ഒരു എനർജിയാണ്, സെൽഫ് സഫിഷ്യൻ്റ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കൊണ്ട് ഹാപ്പിയാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ അറിയാൻ ഇടവന്നാൽ നിങ്ങൾ ഭയങ്കര വയലൻ്റ് ആവും. കാരണം നിങ്ങളും ഈ റിലേഷൻഷിപ്പിൽ കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റഡ് ആണ്. കുട്ടികളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഇതിനകത്ത്. അപ്പോൾ കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റഡ് ആണ്. നിങ്ങളുടെ ഫാമിലിക്ക് ഒരു നാണക്കേട് ഉണ്ടാക്കും. നിങ്ങളുടെ വീട്ടുകാരുടെ മുമ്പിൽ നിങ്ങൾ നാണം കെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ, നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെന്ന് നിങ്ങൾ അറിയാൻ ഇടവന്നാൽ നിങ്ങൾ വയലൻ്റ് ആവുമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്, കേട്ടോ. അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ ഫാമിലിയാണ്. ഫാമിലിക്ക് ചീത്തപ്പേരുണ്ടാകുന്ന ഒരു കാര്യത്തിനും നിങ്ങൾ നിൽക്കില്ല, സഹിക്കില്ല നിങ്ങൾ. അത് നിങ്ങൾ ഭയങ്കര സീനാവും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയാം. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര വയലൻ്റ്. 2 പ്രാവശ്യം നൈറ്റ് ഓഫ് സ്വേർഡ്സ് വന്നിട്ടുണ്ട്. ഇവിടെ ഭയങ്കരമായ കാര്യങ്ങൾ പൊട്ടിത്തെറി ഉണ്ടാവും നിങ്ങളുടെ ഫാമിലിയിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഇത് വളരെ നിങ്ങളുടെ പേഴ്സണെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയാം. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്ന് നാണക്കേടാകും, അല്ലെങ്കിൽ എല്ലാത്തിലും പ്രശ്നമുണ്ടാകും, സൽപ്പേര് പോകുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര വയലൻ്റ്. അത് സിമ്പിളായിട്ടില്ല, ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുമെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയാം. ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങൾ അറിയാൻ ഇടവന്നാൽ, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ജീവിക്കാനും കേപ്പബിളായ എനർജിയാണ്. പക്ഷേ നിങ്ങളുടെ പേഴ്സണെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, ആ പേഴ്സണെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കും. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ അറിയാൻ ഇടവന്നാൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നതിന് ഒരു എത്തുംപിടിയില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്, കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത്. ഈ പേഴ്സൺ ഇങ്ങനൊരു സിറ്റുവേഷനിലാകാനുള്ള കാരണം എന്താണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് എത്താനുള്ള കാരണം എന്താണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലിരിക്കുന്ന, ചിലപ്പോൾ ഭാര്യ പുറത്ത് എബ്രോഡ് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഭർത്താവ് എബ്രോഡ് വർക്ക് ചെയ്യുന്ന, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കും സെക്യൂരിറ്റിക്കും വേണ്ടി വർക്ക് ചെയ്യുന്നതായിരിക്കാം. പിന്നെ ഈ പേഴ്സൺ ഈ തേർഡ് പാർട്ടിയായിട്ട് കണക്ഷൻ വന്നത് ഈ പേഴ്സൻ്റെ ജോലി സംബന്ധമായിട്ടാണ്. ചിലപ്പോൾ ഈ പേഴ്സൺ എബ്രോഡ് പോകാൻ ചാൻസ് കിട്ടിയപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടതായിരിക്കാം ഈ മെയിൽ തേർഡ് പാർട്ടിയെ.
അതുപോലെ തന്നെ ഈ പേഴ്സൺ സ്വന്തം ബിസിനസ്സിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടായിരിക്കാം ഈ തേർഡ് പാർട്ടിയായിട്ട് കണക്ഷൻ വെച്ചത്. ഈ പേഴ്സൺ പക്ഷേ ഹാപ്പിയാണ് സിറ്റുവേഷനിൽ. മനസ്സിലായോ? അപ്പോൾ ബേസിക്കലി നിങ്ങളുടെ പേഴ്സൺ ഒന്നില്ലെങ്കിൽ ഗേ ആയിരിക്കാം, അല്ലെങ്കിൽ ലെസ്ബിയൻ ആയിരിക്കാം. പക്ഷേ പലരും ലെസ്ബിയൻ ആയ പലരും അല്ലെങ്കിൽ ഗേ ആയ പലരും വിവാഹം കഴിച്ച് കുട്ടികളുണ്ടായിട്ടുണ്ട്. അവരതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവും. കുറേ കഴിയുമ്പോൾ അവർ പരിചയം, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് മറ്റുള്ളവരോടുള്ള ഫീലിങ്സ് വരുന്നുണ്ട്, അവരുടെ സെയിം ജെൻഡറിലുള്ളവരോട്. പക്ഷെ അതവർ കൺട്രോൾ ചെയ്ത് വെക്കും. ചിലപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ ഇങ്ങനൊരു ചാൻസും കൂടെ ഒത്തു കിട്ടിയപ്പോഴാണ് ഇവരൊരു റിലേഷൻഷിപ്പിലേക്ക് ഡെവലപ്പ് ചെയ്തത്. രണ്ടുപേരും ചിലപ്പോൾ മാരീഡ് ആയിരിക്കാം, കുട്ടികളൊക്കെ ഉള്ള 2 മെയിൽ എനർജീസ് ആവാം, 2 ഫീമെയിൽ എനർജീസ് ആവാം ഇവർ. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയായിട്ട് ഹാപ്പിയാണ്. അപ്പോൾ ഈ പേഴ്സൺ ഒരു റെവലേഷൻ തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ പേഴ്സണ് കൂടുതൽ ഇൻട്രസ്റ്റ് ആരിലാണ് എന്ന കാര്യത്തിൽ. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ പേഴ്സൺ എക്സ്ക്യൂസ് പറയുന്നത്, ഈ പേഴ്സൺ പറയുന്നത് മജീഷ്യൻ, ഇതൊരു ഇല്യൂഷനിലേക്ക് ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ പിടിച്ച് അതിനകത്തേക്ക് കൊണ്ടുപോയി എന്നാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് അതിനെ എതിർക്കാനുള്ള ശക്തി ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. ഇത് ഒരു ഹാർട്ട് ബ്രേക്ക്, അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ സമയത്താണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് സ്വരച്ചേർച്ച ഇല്ലായിരുന്നിരിക്കാം എന്തോ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് വന്ന് കയറുന്നത്. ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ വളരെ വീക്കായിരുന്ന ഒരു സിറ്റുവേഷനിലാണ് തേർഡ് പാർട്ടി കണക്ഷൻ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് വന്നത്. അപ്പോൾ അത് ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഈ സിറ്റുവേഷനിലേക്ക് പോയതെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. നിങ്ങളുടെ ഇവിടെ ജെമിനായി കാണിക്കുന്നുണ്ട്, ലിയോ ഉണ്ട്. നിങ്ങളുടെ പേഴ്സണ് ഈ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതിൽ വല്ല കുറ്റബോധവും ഉണ്ടോ? അതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ഇല്ല, ഒരു കുറ്റബോധമില്ല. ഈ പേഴ്സൺ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഈ പേഴ്സൺ ഇങ്ങനെ ചെയ്തതിന് ഇന്ന കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഇത് വരാനുള്ളതാണ്, പിന്നെ ഞാൻ ഇതിനകത്ത് എന്തിനാ കുറ്റബോധം വെക്കുന്നത്? ഈ പേഴ്സൺ ഡിഫെൻഡ് ചെയ്യാണ്, സ്വന്തം സ്റ്റാൻഡ് ക്ലിയർ ആക്കുകയാണ്. ഞാനിത് ചെയ്തത് 10 of Cups, എനിക്കിവിടെ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്, പിന്നെ ഞാനിത് എന്തിനാ ഒരു ചോയ്സ് എടുക്കാനായിട്ട് വന്നപ്പോൾ ഞാനിത് ചൂസ് ചെയ്തു എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യും, പക്ഷേ ഈ പേഴ്സണ് ഹാപ്പിനെസ് കിട്ടുന്നത് ഇപ്പോൾ ഉള്ള ഈ തേർഡ് പാർട്ടി കണക്ഷനിലാണ്. മനസ്സിലായോ? അപ്പോൾ ഭയങ്കര ഹാപ്പിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പേഴ്സൺ കുറ്റബോധമില്ല ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണ്, കേട്ടോ. ജെമിനായി, ലിയോ, ജെമിനായി, പിന്നെ ഇവിടെ സ്ട്രോങ് ജെമിനായി കാണിക്കുന്നുണ്ട്, സ്കോർപിയോ ഉണ്ട്, കാപ്രിക്കോൺ, പിന്നെ വെർഗോ. ഇതാണ് ഇന്നത്തെ ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്. അപ്പോൾ ട്രൈഡൻറ്റ്, പവർ. നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട് ചിലപ്പോൾ കേട്ടറിവ് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല. നിങ്ങളുടെ മുമ്പിൽ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിലും നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് വെളിച്ചത്തിനെ സ്വാഗതം ചെയ്യണം, ഒരു സ്പിരിച്വൽ അവേക്കനിങ് നിങ്ങൾക്ക് വേണമെന്ന് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡിലേക്കാണ് നമ്മൾ പോകുന്നത്. രണ്ടാമത്തെ കാർഡ് ഓറക്കിൾ മെസ്സേജ് നമുക്ക് നോക്കാം. ഭഗവാനെ, അപ്പോൾ രണ്ടാമത്തെ കാർഡിന് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ്, കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ നോക്കുന്നത്. പൂച്ചക്കുട്ടി ഇറങ്ങിപ്പോയി. ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഒരു ശബ്ദം കൂടി ചെയ്യാം. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഭഗവാനെ, ഓം നമ ശിവായ. ഇത്രയും കാർഡാണ് പറഞ്ഞത്, ഞാനതെല്ലാം എടുക്കുകയാണ്. ഭഗവാനെ, ഇവിടെ കുറച്ചധികം കാർഡ്സ് ഉണ്ട്. ഒന്നാമത്തെ കാർഡ് ലോർഡ് ഗണേശ എംബ്രേസിങ് എ ഫ്രഷ് സ്റ്റാർട്ട്. അപ്പോൾ നിങ്ങളുടെ പാതയിലുള്ള സർവ്വ വിഘ്നങ്ങളും വിഘ്നേശ്വരൻ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് പുതിയതായിട്ടൊരു കാര്യം തുടങ്ങാം എന്ന് കാർഡ് പറയുന്നു. രണ്ടാമത്തെ കാർഡ്, നിങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു ചാൻസ് വന്നാൽ നിങ്ങൾ
എക്സൈറ്റഡ് ആയിരിക്കും അവിടെ പോകാൻ. പുതിയ സ്ഥലമാണ്, യാത്രയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധയോടെ കൂടെ പോകണമെന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ കാർഡ്, നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. നാലാമത്തെ കാർഡ്, നിങ്ങളൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് വെക്കണം. എപ്പോഴും നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് നിങ്ങൾ മാറണം. അപ്പോൾ ഇപ്പോൾ സൊല്യൂഷൻസ് നോക്കുക. പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അതിനെന്താണ് സൊല്യൂഷൻ അത് കണ്ടെത്താൻ ശ്രമിക്കുക. നാലാമത്തെ കാർഡ്, ക്ഷമ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങളുടെ പുറകെ പോവാതെ സ്പിരിച്വാലിറ്റി കുറച്ചും കൂടെ ആവണം. പിന്നെ കുറച്ച് ക്ഷമയും കൂടെ വേണം നിങ്ങൾക്ക് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇത്രയും കാർഡ്സാണ് വന്നത്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ്. ഈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന വളരെ ജനറസ് ആയ നിസ്വാർത്ഥമായ ഒരു എനർജിയാണ്. പക്ഷേ ഇത് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം, ഇപ്പം ഭയങ്കര സെൽഫിഷാണ്, സ്വന്തം കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ബിസിനസ്സും ഫാമിലിയും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിവുള്ള ആളാണ്. പക്ഷേ ഇപ്പോൾ ഫാമിലിയിൽ ഇൻവോൾവ് അല്ല, ബിസിനസ്സിൽ മാത്രമാണ്. സ്വന്തം കാര്യങ്ങൾ, ഡ്രസ്സിങ്, അതുപോലെ തന്നെ കറങ്ങി നടക്കുക, സ്വന്തം ഇഷ്ടങ്ങൾ നോക്കുക, ഇതൊക്കെയാണ് ഈ പേഴ്സൺ ചെയ്യുന്നത്. ഒരു സ്ത്രീ ആണെങ്കിൽ ഇപ്പോൾ ആർക്കും വേണ്ടി ഭക്ഷണം വെക്കാൻ പോലും ഇവർക്ക് മടിയാണ്. ഇവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നവർ. അത് ചിലപ്പോൾ അവരെ പുറമേയുള്ള എനർജീസ് അവരെ അങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടായിരിക്കാം. ഇവർ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ മറ്റുള്ളവർ ആ വില കൊടുത്തിട്ടുണ്ടാവില്ല അവർക്ക്. അപ്പോൾ ഇവർക്ക് മതിയായി. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആവാനാണ് ചാൻസ്. അറിയില്ല, എന്നാലും നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. നൈറ്റ് ഓഫ് വാൻസ് ഒരു പ്ലെയർ എനർജിയാണ്. പിന്നെയുള്ളത് 5 ഓഫ് കപ്സ് ആണ്. 5 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിഗ്രറ്റ്. അപ്പോൾ ഇവർ കുറേ പരിശ്രമിച്ച്, നിങ്ങളുടെ പേഴ്സൺ കുറേ, ഇത് എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും വരാം. പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഞാൻ നോക്കുന്നത് ഇവിടെ. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിട്ടാണ് ഞാൻ ഈ കാര്യം കാണുന്നത്. ഈ പേഴ്സൺ ഇപ്പോൾ ചിലപ്പോൾ ഒരു പ്ലെയർ എനർജി ആയിരിക്കാം. പാസ്റ്റിലെ എക്സ്പീരിയൻസ് ഈ പേഴ്സണെ അങ്ങനെ ആക്കിയെടുത്തതായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ റിഗ്രറ്റ് ചെയ്ത് വിഷമിച്ചിരിക്കാതെ ഈ പേഴ്സൺ മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുമായിരുന്നു. പക്ഷെ ആരും ഈ പേഴ്സണ് വില കൊടുത്തില്ല. അപ്പോൾ ഇനി എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ഈ പേഴ്സൺ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുകയാണ്. അപ്പോൾ ഈ പേഴ്സൺ പാസ്റ്റിൽ എന്ന് വെച്ചാൽ മറ്റുള്ളവർ ഉപദ്രവിക്കുന്നു, മറ്റുള്ളവർ സ്നേഹം കൊടുക്കുന്നില്ല, റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല, വെറുതെ ഒരു ചവിട്ടു മെത്തയായിട്ട് ഈ പേഴ്സണെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ആ പേഴ്സൺ അവിടെ മീൻസ് കുറേ നാൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് ഇനി റിഗ്രറ്റ് ഒന്നും ചെയ്തിട്ട് എനിക്ക് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ പറ്റില്ല, ഞാൻ അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പോവുകയാണ് എന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ പോയിരിക്കുന്നത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും കാണിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഈ പേഴ്സൺ ബേൺഡ് ഔട്ട് ആണ്. ഭയങ്കരമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ്റെ പുറകെ എന്ന് വെച്ചാൽ എന്ത് ചെയ്തു കൊടുത്താലും ഹാപ്പി ആവാത്ത, സംതൃപ്തി ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു ഈ പേഴ്സൺ. അപ്പോൾ ഏതു നേരവും കോമ്പറ്റീഷൻ, അതുപോരാ, അതുപോലെ ചെയ്ത് ശരിയായില്ല, ഇതുപോലെ ചെയ്യണം, നിങ്ങൾ അവിടെ വെറുതെ ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല, നിങ്ങൾ അത് ചെയ്യണം, ഇത് ചെയ്യണം, നാളെ ആ പരിപാടി ഉണ്ട്, അതിൻ്റെ പുറകെ ഓടണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ പറഞ്ഞ് ഇനി എനിക്കൊന്നും പറ്റില്ല, ഞാൻ നിർത്തി. അപ്പോൾ പേഴ്സൺ എതിർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തിരിച്ച് സംസാരിക്കാനും എനിക്ക് സൗകര്യമില്ല എന്ന് പറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കാരണം പേഴ്സൺ മടുത്തു ശരിക്കും പറഞ്ഞാൽ. പക്ഷേ മടുത്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വന്തം ജീവൻ എടുക്കാനോ അതുപോലെ തന്നെ നരകിച്ച് മരിക്കാനോ ഒന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കും. പേഴ്സൺ ഒരു സർവൈവറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എതിർക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സിറ്റുവേഷനിൽ കേട്ടോ. എല്ലാവരെയും എതിർത്ത് നിൽക്കുകയാണ് ഇപ്പോൾ ഈ പേഴ്സൺ.
ഈ സിറ്റുവേഷനിൽ ഈ പേഴ്സൺ മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പേഴ്സണോട് തീരുമാനമെടുത്തു, ഉറച്ചൊരു തീരുമാനമെടുത്തു. ഇനി ഞാൻ മറ്റുള്ളവർ പറയുന്ന ട്യൂണിനനുസരിച്ച് ഡാൻസ് ചെയ്യില്ല, ഇനി ഞാൻ എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും എന്നാണ്. അപ്പോൾ ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. പേഴ്സൺ പഴയ കാര്യങ്ങളെല്ലാം വിട്ട് കളഞ്ഞു. അപ്പോൾ പതുക്കെ പതുക്കെയാണ് പേഴ്സൺ ലൈഫ് തിരിച്ചു പിടിക്കാൻ നോക്കുകയാണ്. പതുക്കെ പതുക്കെ പതുക്കെ. ഇവിടെ അക്വേറിയസ് സോഡിയാക് സൈൻ ഉണ്ട്. അപ്പോൾ അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനിൽ നിന്ന് ഈ പേഴ്സൺ മാറില്ല. ആരൊക്കെ എന്തൊക്കെ ട്രൈ ചെയ്താലും. ഇപ്പോൾ ചില സോഡിയാക് സൈൻസ് ഭയങ്കര സ്റ്റബൺ ആണ്. നമ്മൾ വരിക്കും നമ്മൾ ഭയങ്കര വാശിക്കാരാണ്, ഭയങ്കര ശാഠ്യക്കാരാണ്. നമ്മളെക്കാളും ഭയങ്കരമായ സ്റ്റബൺ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തെന്ന് ചെയ്യിക്കുന്ന ഒരാൾ. അപ്പം നമ്മൾ അവരുടെ തലയിൽ കയറിയിരിക്കും. അത് കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ അവരുടെ നട്ടല് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ കുറേ സമയമെടുക്കും. അവസാനം അവരൊരു തീരുമാനമെടുക്കും. പക്ഷെ അവർ ആ തീരുമാനം എടുക്കുന്നതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്താലും അവർ പിന്മാറില്ല. അവർ മുമ്പോട്ട് വെച്ച കാല് പിന്നെ പുറകോട്ട് വെക്കില്ല എന്നാണ് അത് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഇതൊരു അക്വേറിയസ് ആണെങ്കിൽ ഒരു രക്ഷയില്ല. അക്വേറിയസ് കുറേ ആലോചിക്കും, പെട്ടെന്നൊന്നും തീരുമാനം എടുക്കില്ല, എല്ലാത്തിനോടും അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് അറ്റ കൈയാണ് ആ തീരുമാനം. അതെടുത്തു കഴിഞ്ഞാൽ പിന്നെ അക്വേറിയസ് തിരിഞ്ഞു നോക്കില്ല. അങ്ങനെയാണ്. അപ്പോൾ തൊണ്ട എൻ്റെതായി പെട്ടെന്ന്. ഓക്കെ, ഈ പേഴ്സൺ ഇപ്പം നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? പേഴ്സൺ അബാൻഡൻ ചെയ്തു, ഇമോഷണലി കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഇപ്പോൾ കുറേ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഉണ്ട് ഈ പേഴ്സണ്. അപ്പോൾ ഈ നിങ്ങൾ ഈ പേഴ്സണെ ട്രാപ്പ് ചെയ്ത് വെക്കാനാണ്, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് നിങ്ങൾ ഈ പേഴ്സണെ ഉപയോഗിക്കുന്നതെന്നാണ് നിങ്ങൾ പേഴ്സൺ പറയുന്നത്. ഒട്ടും ഫ്രീഡം കൊടുക്കില്ലായിരുന്നു നിങ്ങൾ. എല്ലാം നിങ്ങൾ വിചാരിക്കുന്ന പോലെ നടക്കണം, അതാണ് നിങ്ങൾ ആഗ്രഹിച്ചതെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് നിങ്ങൾ ഒട്ടും ഇമോഷണലി ഈ പേഴ്സണോട് അറ്റാച്ച്ഡ് അല്ല. ഇത് ഹസ്ബൻഡ് വൈഫാണ്. കിങ് ഓഫ് സ്വേർഡ്സും ക്വീൻ ഓഫ് സ്വേർഡ്സുമാണ്. കിങ് ഓഫ് സ്വേർഡ്സ് ഒരു പവറും ഉണ്ടായിരുന്നില്ല ഇവിടെ. ക്വീൻ ഓഫ് സ്വേർഡ്സിനായിരുന്നു മുഴുവൻ പവറും. ഒരു സ്ത്രീ എനർജിക്കാണ് മുഴുവൻ പവറും, മെയിൽ എനർജിക്ക് ഒരു പവറും ഉണ്ടായിരുന്നില്ല. ഒരു ഇമോഷണലി ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായിരുന്നു നിങ്ങൾ തമ്മിൽ. ഇമോഷണലി നിങ്ങൾ പേഴ്സൺ ഒട്ടും സപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. പിന്നെ ട്രാപ്പ് ചെയ്ത് വെക്കുക. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ 10 ഓഫ് സ്വേർഡ്സ്. അപ്പോൾ 10 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുന്ന 10 ആണിത്. അതും വളരെ പെയിൻഫുൾ ആണ്. അപ്പോൾ ഇവിടെ ഒരു ബിട്രയൽ, ചതി, വഞ്ചനയൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ ഈ പേഴ്സൺ കുറേ വൈകി എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് കേട്ടോ. അപ്പോൾ പേഴ്സൺ കംപ്ലീറ്റ്ലി ഈ സിറ്റുവേഷനിൽ ഡിറ്റാച്ച് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് പറയുന്നത്. എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം? എന്താണ് ഈ പേഴ്സൻ്റെ നിങ്ങളോടുള്ള ഫീലിങ്സ് ആണത്. നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അപ്പം നിങ്ങൾ ഈ പേഴ്സണെ ട്രാപ്പ് ചെയ്ത് വെക്കാൻ നോക്കുന്നു എന്നുള്ള ഫീലിങ്സ് ആണ് നിങ്ങളെക്കുറിച്ചിട്ട്. ഓക്കെ, ഒട്ടും ഇമോഷണൽ അല്ല നിങ്ങൾ എന്നാണ് ഈ പേഴ്സൺ. നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ കൺട്രോളിൽ വെക്കുന്ന ഒരു എനർജിയാണെന്നാണ് നിങ്ങളെക്കുറിച്ച് ഫീലിങ്സ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇമോഷണലി ഭയങ്കര ബാലൻസ്ഡ് ആയ ഒരാളാണ്. മനസ്സിലായോ? അപ്പോൾ പുറത്ത് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ ഭയങ്കര സെൽഫിഷാണ്. നിങ്ങളുടെ ആ ഒരു സ്റ്റാൻഡ്, നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ആരോടും, നിങ്ങൾ ഭയങ്കര സീക്രട്ടീവായിട്ട് പെരുമാറുന്ന ആളാണ്. ഉള്ളിൽ ഭയങ്കര ഇമോഷണൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം വിട്ട് ആരോടും പറയില്ല. അതുപോലെ തന്നെ ഈ ക്വീൻ ഓഫ് പെന്റക്കിൾസ് അപ്രൈറ്റ് വന്നേക്കുന്നതുണ്ടോ. അപ്പോൾ ഈ പേഴ്സൺ പറയുന്നത് ഈ പേഴ്സൺ ഭയങ്കര കെയറിങ് ആയിരുന്നു, പക്ഷെ നിങ്ങൾ അതെല്ലാം യൂസ് ചെയ്തു. ഈ പേഴ്സൻ്റെ സകല ഇങ്ങനെ ഒരാൾ നമ്മളെ എപ്പോഴും നോക്കി കണ്ട് നടക്കുമ്പോൾ നമ്മളതൊരു വിലയില്ലാത്ത പോലെ പെരുമാറുന്ന പോലെയാണ് ഈ പേഴ്സൺ പറയുന്നത്. നിങ്ങൾക്ക് ഈ പേഴ്സണ് ഒരു വിലയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഒരിക്കലും നിങ്ങൾ ഈ പേഴ്സണ് ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ക്വീൻ ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സും ക്വീൻ ഓഫ് കപ്സും. ഈ പേഴ്സൻ്റെ ലൈഫിലൊരു തേർഡ് പാർട്ടി ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു തേർഡ് പാർട്ടി ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്വീൻ ഓഫ് കപ്സും കിങ് ഓഫ് കപ്സും. നേരത്തെ നമ്മൾ കിങ് ഓഫ് സ്വേർഡ്സും ക്വീൻ ഓഫ് സ്വേർഡ്സും കണ്ടു. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ലൈഫിലൊരു തേർഡ് പാർട്ടി ഉണ്ടോ? ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ വേറെ ആരെയോ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങളത് പുറമേ കാണിക്കുന്നില്ല. നിങ്ങൾ ഭയങ്കര സീക്രട്ടീവായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്
നിങ്ങളുടെ പേഴ്സൺ ഹാപ്പിയാണ്. ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്തു. നേരത്തെ നിങ്ങൾക്ക് വേണ്ടി ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. നിങ്ങൾ എവിടെ പോകുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. നിങ്ങൾ പേഴ്സണ് അറിയാം നിങ്ങൾ വേറൊരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സൺ അർഹിക്കുന്ന റെസ്പെക്റ്റ് ഈ പേഴ്സണ് കൊടുത്തിരുന്നെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇപ്പോഴും ഉണ്ടായേനെ. പക്ഷേ നിങ്ങൾ ഈ പേഴ്സൻ്റെ ഗതിയെ മിസ്യൂസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പേഴ്സൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ഈ പേഴ്സണ് മനസ്സിലാകുന്നില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചത്. കാരണം ഈ പേഴ്സൺ വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ആയതുകൊണ്ട്. ഇപ്പോൾ ഈ പേഴ്സൺ പറയുന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളും നിങ്ങളുടെ ലൈഫിലൊരു തേർഡ് പാർട്ടി ഉണ്ട്, നിങ്ങൾ വളരെ സീക്രട്ടീവായിട്ട് വെക്കുന്നത്. പക്ഷേ ഈ പേഴ്സൺ അത് അറിഞ്ഞപ്പോൾ ഈ പേഴ്സൺ ഭയങ്കര ഹാപ്പിയാണ്, ആശ്വാസമാണ്. കാരണം ഈ പേഴ്സൺ ഒരു സ്റ്റാൻഡ് എടുക്കാം ഇപ്പോൾ. അതുകൊണ്ടാണ് ഡെത്ത് കാർഡ്, എൻഡ്, തീർന്നു ഈ റിലേഷൻഷിപ്പ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പോൾ ഇനി ഈ പേഴ്സൺ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൻ്റെ കാര്യം എന്താണ് ഈ പേഴ്സൺ എന്ന് വെച്ചാൽ ഇതിനുള്ള റീസൺ എന്താണ് ഈ പേഴ്സൺ പറയുന്നത്. അത് ഓൾറെഡി ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, നിങ്ങളെക്കുറിച്ച് എന്താണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് എന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് കാര്യം ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ട്. എന്നാലും എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ ഇങ്ങനൊരു ഡിസിഷനിലേക്ക് പോയത്, ഒരു അറിവ് വന്നു. ഈ പേഴ്സൺ കുറച്ചും കൂടെ സ്പിരിച്വൽ ആയി പേഴ്സൺ. അപ്പോൾ ഇവിടെ പാസ്റ്റിലെ കാര്യങ്ങൾ ഒരു ഓക്കെ, നമ്മൾക്ക് എല്ലാ കാര്യവും നമ്മളുടെ ഇഷ്ടത്തിൽ നടക്കണമെന്നില്ല. ആ ഒരു തിരിച്ചറിവ് പേഴ്സൺ വന്നു. നമ്മളെ ഇഷ്ടമില്ലാത്ത ആളുടെ പുറകെ നമ്മൾ എത്ര നടന്നിട്ടും അവരെ എത്ര പ്രീതിപ്പെടുത്താൻ നോക്കിയിട്ടും എത്ര നമ്മളെ സ്നേഹിപ്പിക്കാൻ നോക്കിയാലും അത് പോസിബിൾ അല്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സണ് വന്നു. ജ്ഞാനമാണിത്. പേഴ്സൻ്റെ കണ്ണ് തുറന്നു, ഒരു അവേക്കനിങ് ഉണ്ടായി, ഒരു അവയർനെസ് ഉണ്ടായി പേഴ്സണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഇനി എൻ്റെ ജീവിതം ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി ഞാൻ വെറുതെ നശിപ്പിച്ച് കളയില്ല. ഇവിടെ ഒരു ഡെവൽ എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് എനർജിയാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അതൊരു തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സണ് വന്നു. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഇതിൽ വഴക്കിടാനോ നിങ്ങളോടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ആഗ്രഹിക്കുന്നില്ല. അതിരുന്ന് റിഗ്രറ്റ് ചെയ്ത് വെറുതെ അതിൻ്റെ പുറകെ നിരാശയാകാനോ ഒന്നും ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ റെഡിയല്ല. ഈ പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ സ്നേഹമൊന്നുമില്ല. പേഴ്സൺ വിചാരിക്കുന്നത് അതെൻ്റെ ഒരു അന്ധമായ വിശ്വാസമായിരുന്നു, ഈ പേഴ്സണാണ് എൻ്റെ ജീവിതം, നിങ്ങളാണ് ഈ പേഴ്സൻ്റെ ജീവിതം എന്ന് ഈ പേഴ്സൺ ഒരിക്കൽ വിചാരിച്ച് വച്ചിരുന്നു. പക്ഷേ ഈ പേഴ്സൺ ഒരു തിരിച്ചറിവായിട്ടുണ്ട്, അല്ല, ആരും ആരുടെയും ജീവിതമല്ല, ആരെയും കണ്ടിട്ടല്ല ദൈവം ആരെയും ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും സ്വന്തമായിട്ട് ജീവിക്കാനുള്ള അല്ലെങ്കിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസിലേക്ക് പോകാൻ, പുതിയ ചാൻസസ് എടുക്കാനൊക്കെ ദൈവം വഴി ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയത്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരു ദൈവദൂതൻ അല്ലെങ്കിൽ ദേവിയായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ കണ്ടിരുന്നത്. പക്ഷെ നിങ്ങളൊരു ചെകുത്താനാണെന്നുള്ളൊരു തിരിച്ചറിവ്, അതാണ് നിങ്ങളുടെ പേഴ്സൺ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നിശബ്ദമായിട്ടുള്ള പെരുമാറ്റമാണ്. നിങ്ങളോട് വഴക്കുണ്ടാക്കാനോ നിങ്ങളോട് ഇതിനെക്കുറിച്ച് പറയാനോ ഡിസ്കസ് ചെയ്യാനോ ആർഗ്യൂ ചെയ്യാനോ ഒന്നും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഒരു തിരിച്ചറിവ് വന്നു, അപ്പോൾ ഞാനത് വിട്ടിട്ട് പോവുകയാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ഇതിൽ നിങ്ങളുടെ പേഴ്സണ് കുറ്റബോധമുണ്ടോ നോക്കാം നമുക്ക്. നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ കുറ്റബോധമുണ്ടോ? ചിലപ്പോൾ മേ ബി, കാരണം നിങ്ങൾ ഒരിക്കൽ സ്നേഹിച്ചിരുന്ന ഒരാളായതുകൊണ്ട് ഒരു കുറ്റബോധം ചെറുതായിട്ട് ഉണ്ടാവാൻ വഴിയുണ്ട്. പക്ഷേ അത് നിങ്ങളുടെ പേഴ്സണെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കില്ല. ഇത് കാരണം വളരെ സ്ട്രോങ് ആയൊരു പേഴ്സണാലിറ്റിയാണ്. അത് മുന്നും പിന്നും നോക്കാതെ വളരെ ആലോചിച്ചതിന് ശേഷം എടുത്ത തീരുമാനമാണ്. മുന്നും പിന്നും നോക്കാതല്ല, എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തെടുത്ത ഒരു തീരുമാനമാണ്. ഇനിയിപ്പോൾ ഇത് ആര് വന്ന് സംസാരിച്ചാലും ഇനി ഒരു തിരിഞ്ഞു നോട്ടമില്ല. പേഴ്സൺ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു റിഗ്രറ്റിന് ചാൻസ് കുറവാണ്. ഉള്ളിൽ ഇത്തിരി ഒരു കുറ്റബോധം ഉണ്ടെങ്കിലും ഇത്രയും നാളും ജീവിച്ച റിലേഷൻഷിപ്പാണ് എന്ന് പറഞ്ഞാലും ഈ പേഴ്സൺ മുമ്പോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ സ്വന്തം ഫ്യൂച്ചർ കെട്ടിപ്പടുക്കാനാണ് ഈ പേഴ്സൺ പോകുന്നത്. എംപററാണ്. അപ്പോൾ ആ ഒരു എനർജിയിലാണ് ഇപ്പോൾ ഈ പേഴ്സൺ, മനസ്സിലായോ? ആ എനർജിയിൽ വർക്ക് ചെയ്യാണ്. ഒരു സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു എനർജി. ഇനി വേറെ റിലേഷൻഷിപ്പ് ഒന്നും വേണ്ട, എനിക്ക് ആരെയും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, ഒരു രാജ്യം അല്ലെങ്കിൽ എൻ്റെ ഒരു ലോകം കെട്ടിപ്പടുക്കാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ എനിക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ മീൻസ് ഒരു തിരിച്ചറിവായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിയില്ല. നിങ്ങളുടെ പേഴ്സൺ അതാണ്, തിരിച്ചറിവായി. ഇനി നിങ്ങളുടെ പേഴ്സണ് പേടിയില്ല, ഇനി മുമ്പോട്ടാണ് പോവുക. അപ്പോൾ ഇത് ഏരീസ് സോഡിയാക് സൈൻ ആണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ കാപ്രിക്കോൺ, ജെമിനി, വെർഗോ, പൈസീസ്,
ഇവിടെ ലിയോ ഉണ്ട്, സ്കോർപിയോ ഉണ്ട്, അക്വേറിയസ് ഉണ്ട്, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റീഡിങ്. ഇനി ഞാൻ ഫൈനൽ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഫൈനൽ റീഡിങ്ങിൻ്റെ കാർഡാണിത്. അപ്പോൾ നമുക്ക് ആദ്യം ഓറക്കൽ മെസ്സേജ് നോക്കാം. ഫൈനൽ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജാണിത്. Om Namah Shivaya, 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 Om Namah Shivaya. Bhavani. ഇനി കാർഡ്സ് വീഴും. 2 കാർഡ് ഓൾറെഡി വീണ് കഴിഞ്ഞു. ഇനി വീഴുമോ നോക്കാം. വീഴുന്നില്ല. 2 കാർഡാണ്. ഒന്ന് പറയുന്നത് കർമ്മഫലം, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന എക്സ്പീരിയൻസ് ഇത് നിങ്ങളുടെ കർമ്മം ചെയ്തതിൻ്റെ ഫലമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്നുണ്ട്. അത് നല്ലതാവാം ചീത്തയാവാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ 3rd ഐ ചക്ര, ഈ തൃക്കണ്ണ്, നെറ്റിയിലുള്ള കണ്ണ്, ആ ഒരു ചക്ര ബ്ലോക്ക് ആണെന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ അത് ക്ലെൻസ് ചെയ്യണം കേട്ടോ. അപ്പോൾ പ്രൊഫൗണ്ട് കണക്ഷൻ വിത്ത് ഗോഡ്. അപ്പോൾ ആ ഒരു 3rd ഐ ചക്ര വഴിയാണ് നമുക്ക് മെസ്സേജസ് കിട്ടുന്നത് ദൈവത്തിൽ നിന്ന്. അപ്പോൾ അത് ക്ലാരിറ്റി വേണം, നമുക്ക് മനസ്സിലാകണം എന്താ നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങളുടെ കർമ്മഫലമാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിവാകണമെങ്കിൽ നിങ്ങളുടെ 3rd ഐ ചക്രയുടെ ബ്ലോക്ക് നിങ്ങൾ മാറ്റണം. നമ്മളെപ്പോഴും പറയും ദൈവം എന്നോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയില്ല, ഞാനാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് ആരോടും ഒരു ദ്രോഹം ചെയ്യാത്ത ആളാണെന്ന് നമ്മൾ പറയും. പക്ഷേ ആ ഒരു വാക്കുകൾ നമ്മളുടെ വായിൽ നിന്ന് വരുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉദിക്കുമ്പോഴേ നമ്മൾ ചിന്തിക്കണം, അങ്ങനെ വെറുതെ ഇരിക്കുന്ന നമ്മളെ ദൈവം എന്തിനു ദ്രോഹിക്കുന്നു? ദൈവം മനുഷ്യനല്ലല്ലോ, ദൈവം ഒരു ശക്തിയാണ്. ദൈവത്തിന് നമ്മളോട് പേഴ്സണൽ ആയിട്ടൊരു ദേഷ്യം വരേണ്ട കാര്യമില്ല. നമ്മൾ എന്തോ ചെയ്തതിൻ്റെ ഫലമാണ് നമുക്ക് ഈ കിട്ടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ 3rd ഐ ചക്ര ബ്ലോക്ക് മാറണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജിയാണ് ഈ കാണിക്കുന്ന നൈറ്റ് ഓഫ് സ്വേർഡ്സ്. വളരെ വയലൻ്റ് ആയ ഒരു എനർജി ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ ഇപ്പോൾ ഒരു ആക്ഷനും എടുക്കുന്നില്ല. മനസ്സിലായോ? വളരെ അഡ്വെഞ്ചറസ് ആയിരുന്നു, വളരെയധികം യാത്രകൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്, ഒരു സ്ത്രീയോ പുരുഷനോ ആണ്. പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ ഒന്ന് ഒതുങ്ങിയ പോലെയാണ്. ചിലപ്പോൾ അസുഖം വല്ലതുമായിരിക്കാം. അതല്ലെങ്കിൽ ഈ പേഴ്സണ് നമ്മൾ പ്രതികരിക്കുന്നത്, നമ്മൾക്ക് എന്താ പറയുക, നമ്മളെപ്പോഴാണ് പ്രതികരിക്കുന്നത്? ചിലപ്പോൾ നമുക്ക് ആ സിറ്റുവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആകുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കുക. നമ്മൾ ഒരിക്കലും ബാധിക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രതികരിക്കില്ല, അല്ലേ? യൂട്യൂബിൽ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നത് അത് വെറുതെ നമ്മളെ ബാധിക്കുന്നേ ഇല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മളതൊരു റിലീസ് പോലെയാണ്. നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു പക, മറ്റുള്ളവരോടുള്ള പക, നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യമൊക്കെ റിലീസ് ചെയ്യാനുള്ള ഒരു ഉപാധിയാണ് യൂട്യൂബിലൊക്കെ കാണുന്ന വീഡിയോസും എല്ലാം. നമ്മൾ കമൻ്റ് ഇടുന്നത് ഒരു തരം റിലീസാണ്, മനസ്സിലായോ? അപ്പോൾ അല്ലാതെ അതിനകത്ത് നമുക്ക് അതുകൊണ്ടൊരു ബെനിഫിറ്റും ഇല്ല. ചില സമയത്ത് മറ്റുള്ളവർ ആ കമൻറ്റ് കയറി കമൻറ്റ് ചെയ്ത് അങ്ങനെ ചിലപ്പോൾ നമ്മൾ വാക്കുതർക്കത്തിൽ പെടുന്നു. കുറേ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു കാലുഷ്യം അലിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനാണ്. അതല്ലാതെ നമ്മൾ പ്രതികരിക്കുന്നത് നമ്മൾക്ക് വേണ്ടാതെയായി, ഓക്കെ, നമ്മൾ കുറേ വഴക്കിടുമായിരുന്നു, പിന്നെ എന്തിനു വെറുതെ എനർജി വേസ്റ്റ് ആക്കുന്നത്, ഇനി ഞാൻ പ്രതികരിക്കില്ല എന്നൊരു സിറ്റുവേഷൻ റിലേഷൻഷിപ്പിൽ വരും. അതൊരു കൊള്ളാത്ത സിറ്റുവേഷനാണ്, മനസ്സിലാവണ്ട. നമ്മളത് അവിടെ വരെ ഒരു റിലേഷൻഷിപ്പിനെ എത്തിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ ഉള്ള പോലെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പേഴ്സണൽ മറ്റുള്ളവരൊക്കെ സംസാരിച്ച് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടാകും, നിങ്ങളിനി ഉപദ്രവിക്കരുത്, വാക്കുകളോ നോട്ടം കൊണ്ടോ പോലും ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ഒരു എൻഡ് കാണിക്കുന്നുണ്ട്, ഡെത്ത് കാർഡ് കാണിക്കുന്നുണ്ട്. ഇവിടെ ആരെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബന്ധുക്കൾ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടോ? അറിയില്ല, ആവണം എന്നില്ല.
എന്തായാലും ഒരു ഈ പേഴ്സൻ്റെ ഈ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് മരിച്ചു പോയതായിരിക്കാം. എന്നുവെച്ചാൽ നമ്മുടെ ഉള്ളിലൊരു പക, ദേഷ്യം, എല്ലാത്തിനോടും പ്രതികരിക്കാനുള്ള ആ ഒരു ടെൻഡൻസി അതൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവാം ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ പേഴ്സൺ കുറച്ചും കൂടി സ്പിരിച്വൽ ആയിരുന്നു. അപ്പം നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കാൻ കുറച്ച് സൗമ്യതയൊക്കെ വന്നിട്ടുണ്ടാവാം. അതുമാവാൻ വഴിയുണ്ട്. അപ്പോൾ വളരെ കാലുഷ്യമായിട്ട് പെരുമാറിയിരുന്ന ഒരു പേഴ്സൺ പെട്ടെന്ന് വളരെ സാധുവായ പോലത്തെ ഒരു സിറ്റുവേഷനും കൂടെ കാണിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, സ്കോർപിയോ സോഡിയാക് സൈൻ ആണ് അവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു കുറേ നമ്മൾ റെസിസ്റ്റ് ചെയ്തിട്ട് ആ റെസിസ്റ്റൻസ് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല, നമ്മളുടെ കാര്യമല്ല, നമ്മുടെ കൈവിട്ട് പോയി എന്ന് തിരിച്ചറിവ് വരുമ്പോൾ നമ്മൾ ആ ഒരു ഇനിയിപ്പോൾ ഫൈറ്റ് ചെയ്യണ്ട എന്നൊരു തീരുമാനം എടുക്കില്ല. അതുപോലത്തെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കാണിക്കുന്നത്. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. ഈ പേഴ്സൻ്റെ പാസ്റ്റിൽ നിന്ന് ആരുടെയോ ഒരു കമ്മ്യൂണിക്കേഷൻ ഈ പേഴ്സണ് വന്നിട്ടുണ്ട്. പാസ്റ്റിൽ ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ പഴയൊരു ക്രഷ് ആയിരിക്കാം, എന്തോ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയുമാണ്. അപ്പോൾ ഒരു ബൊക്കെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ ഹാപ്പിയാണ്. നിങ്ങളുടെ പേഴ്സൺ പാസ്റ്റിൽ നിന്ന് ആരോ ഒരു കണക്ഷൻ ഈ പേഴ്സൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഒരു മെൻ്റൽ ക്ലാരിറ്റി ഒക്കെ വന്നിട്ടുണ്ട്. ഒരു വളരെയധികം പേഴ്സണെ മുട്ടിച്ചിരുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു തിരിച്ചറിവ് ഈ പേഴ്സൺ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഈ പേഴ്സണ് കിട്ടിയിട്ടുണ്ട്. ഒരു തിരിച്ചറിവ്, മനസ്സിലായോ? അപ്പോൾ വേറൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഒരു സമാധാനം ഉള്ളത്. ആണായാലും പെണ്ണായാലും ഒരു പുതിയ തുടക്കം ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പണ്ട് എന്തോ അബാൻഡൻ ചെയ്ത ഒരു സിറ്റുവേഷനിലേക്കാണ് ഈ പേഴ്സൺ തിരിച്ചു പോകുന്നത്. ഒരു പ്രോഗ്രസ് ഉണ്ടായിരുന്നില്ല ആ സിറ്റുവേഷനിൽ, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ അബാൻഡൻ ചെയ്തു പോയ ഒരു സിറ്റുവേഷനിലേക്ക് പതുക്കെ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അക്വേറിയസ്, ക്യാൻസർ, ഇത്രയും സോഡിയാക് സൈൻ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതാണ് സിറ്റുവേഷൻ. നിങ്ങളോടുള്ള ഫീലിംഗ് ഇപ്പോൾ നിങ്ങളോട് ഈ പേഴ്സൺ എന്താണ് ഫീലിങ്സ്? ഒരു 3 കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ പേഴ്സൺ ഇപ്പോൾ തൽക്കാലം നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ ഹോൾഡിലിട്ടേക്കാണ്. ഇപ്പോൾ ഹാപ്പിയാണ് ഈ പേഴ്സൺ. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഈ പേഴ്സൺ പ്രശ്നങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല, കുറച്ച് ഹാപ്പിയാണ്. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ, ഇപ്പോൾ പേഴ്സൺ ഒരു ഹാപ്പി സ്പിരിറ്റാണ്. പഴയ ആ പേഴ്സൺ എന്തായിരുന്നു ഈ പേഴ്സൻ്റെ എനർജി, ആ ഒരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ തിരിച്ചു പോയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ നമ്മൾ മാറ്റിവെക്കും. നമ്മൾ പ്രശ്നങ്ങളുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെക്കും. കാരണം ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് എൻജോയ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്നാൽ നിങ്ങളുടെ കാര്യം, നിങ്ങളോടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങളോട് പ്രതികാരം ചെയ്യുന്നത്. നിങ്ങളെ ഈ പേഴ്സൺ അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു ഗ്രോത്ത് ഇല്ലെന്ന് ഈ പേഴ്സൺ തിരിച്ചറിവായിട്ടുണ്ട്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു എൻഡിലേക്കാണ് പോകുന്നത്. ഇവിടെ വഴക്കുകൾ ഒഴിഞ്ഞിട്ട് സമയമില്ല. അപ്പോൾ ഈ പേഴ്സൺ പണ്ട് ഈ പേഴ്സണ് നഷ്ടപ്പെട്ട സ്നേഹം, ആരുടെയോ സ്നേഹം ഈ പേഴ്സണ് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണ് ചീത്ത സമയം മാറി നല്ല സമയം ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിനിടയിൽ നിങ്ങളുമായിട്ടുള്ള വഴക്കിന് ഈ പേഴ്സണ് സമയമില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ പേഴ്സൺ ഹോൾഡിലിട്ടേക്കാണ്. ഇവിടെ ഒരു രണ്ടാമതൊരു കോൺഫ്ലിക്റ്റിലേക്ക് അല്ലെങ്കിൽ പേഴ്സൺ ഇനി മനസ്സമാധാനം കളയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതാണ് നിങ്ങളോടുള്ള ഫീലിങ്സ് കേട്ടോ. അപ്പോൾ ടോറസ്, ലീബ്ര, പിന്നെ ഉള്ളത് ടോറസ്, ലീവ്, അക്വേറിയസ്, സ്കോർപിയോ. ഈ പേഴ്സൺ ഒരു യാത്ര പോയേക്കുവാണ്. ഇവിടെ ഉണ്ടോ? എന്തായാലും ഈ പേഴ്സൺ യാത്രയിലാണ്. ചിലപ്പോൾ പഴയ ഓർമ്മകളിലൂടെ ഒരു യാത്ര ആയിരിക്കാം, ഒരു നൊസ്റ്റാൾജിക് യാത്ര. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കുന്നില്ല. ഇപ്പോൾ ഒരു പീസ്ഫുൾ ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഈ പേഴ്സൺ. ചിലപ്പോൾ അങ്ങനത്തെ ഒരു മനസ്സിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്തതായിരിക്കാം. നിങ്ങളെക്കുറിച്ച് ഈ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളെക്കുറിച്ച് ഈ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത്? അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി വന്ന് കയറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഓർമ്മകൾ മാത്രമായിരിക്കാം. വേറൊരു ഫ്രണ്ട് ആ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചപ്പോൾ ഈ പേഴ്സൺ ആ ഒരു ഹാപ്പി പാസ്റ്റിലേക്ക് പോയതായിരിക്കാം.
അപ്പോൾ ഇവിടെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്, നിങ്ങൾ എപ്പോഴും ഈ പേഴ്സണിനെ ആയിട്ട് വഴക്കുണ്ടാക്കാൻ നടക്കുന്ന ആളാണ്. നിങ്ങൾ ഈ പേഴ്സണെ, നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായമാണ് ഈ പേഴ്സൺ പറയുന്നത്. നിങ്ങൾ എപ്പോഴും ഈ പേഴ്സണെ സ്പൈ ചെയ്യും. നിങ്ങൾക്കൊരു വിശ്വാസമില്ല. ഈ പേഴ്സൺ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ ആ പേഴ്സൺ ചെയ്യാത്ത കുറ്റങ്ങളൊക്കെ ഈ പേഴ്സൺ തലയിൽ അടിച്ചേൽപ്പിക്കും. മൊബൈൽ ചെക്ക് ചെയ്യും ആവശ്യമില്ലാതെ. ഒരു വിശ്വാസമില്ലായ്മ നിങ്ങൾക്കുണ്ട് എന്നാണ് പറയുന്നത് ഈ പേഴ്സണെ കുറിച്ചിട്ട്. അപ്പോൾ ഇതിലൊരു ബാലൻസ് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും എന്ന് നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബാലൻസ് ഇല്ലാത്ത ഒരു സിറ്റുവേഷനാണ്. സ്നേഹമില്ല, അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. എന്നാലും നിങ്ങൾ തമ്മിലൊരു പണ്ടൊരു ലവേഴ്സ് ആയിരുന്നു, പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പ് പോയി നിങ്ങളുടെ എന്നാണ്. ആ ഒരു കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ടായിരുന്നു, പോയി. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിലർ പറയാറുണ്ട്, കുട്ടികളൊക്കെ ആയപ്പോൾ എൻ്റെ കാര്യം നോക്കാൻ സമയമില്ല എന്നൊക്കെ പറയാറുണ്ട് ചിലർ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണോ എന്ന് അറിയില്ല. എന്തായാലും ഇവിടെ ഈ പേഴ്സൺ പക്ഷേ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഒതുക്കി വെക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഇപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. ഇവിടെ ഒരു ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് അപ്രൈറ്റ് വരുമ്പോൾ വളരെ സെൽഫ്ലെസ് എനർജിയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു എനർജിയാണ്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് വരുമ്പോൾ അത് സെൽഫിഷ് എനർജിയാണ്, സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു എനർജി. പക്ഷേ ഈ പേഴ്സൺ ഇതൊരു മീൻസ് ഒരു ഡിഫെൻസ് മെക്കാനിസം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് പക്ഷേ വളരെ സീക്രട്ടീവ് ആയിട്ടാണ് ഈ പേഴ്സൺ ചെയ്യുന്നത്. നിങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് ഈ പേഴ്സൺ, കാരണം നിങ്ങൾ തമ്മിൽ ലവേഴ്സാണ്, സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾ തമ്മിൽ. അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. അപ്പോൾ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ബ്രേക്ക്. പക്ഷേ അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോയപ്പോഴാണ് അതിനിടയിൽ കുറേ വികാസങ്ങൾ ഉണ്ടായതും മറ്റുള്ളവർ ചിലപ്പോൾ ആരോ ശരിക്കും കണ്ണ് തുറപ്പിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് സിറ്റുവേഷൻ, ഇതുകൊണ്ടാണ് ഇങ്ങനെ നടന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പേഴ്സൺ ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സ്നേഹമൊന്നുമില്ല ഇവിടെ. പക്ഷേ ഒരു കാലത്ത് നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ തന്നെ നിന്നിട്ട് ഞാൻ എൻ്റെ സ്വന്തം കാര്യം നോക്കും. അതിന് നേരത്തെ ഈ പേഴ്സണ് സമയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ പേഴ്സൺ അതിലേക്ക് പോവുകയാണെന്നാണ് പറയുന്നത്. എന്തായാലും എന്ത് എക്സ്ക്യൂസാണ് ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് ഇങ്ങനൊരു തീരുമാനം എടുക്കാനായിട്ട് പോയത്, എന്ത് കാരണം കൊണ്ടാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ, സമയം മാറി എന്നാണ് പറയുന്നത് പേഴ്സൺ. അതുപോലെ പേഴ്സൺ ഭയങ്കര പാഷനറ്റ് ആണ് ഇപ്പോൾ. അതുപോലെ തന്നെ ഒരു മൂവ്മെൻറ്റ് വേണം റിലേഷൻഷിപ്പിൽ. പുതിയ സ്വന്തം ലൈഫിൽ കുറച്ച് ഡെഡ് ആയിരുന്ന ഒരു ജീവിതമായിരുന്നു ഈ പേഴ്സൻ്റെ. ഭയങ്കര ബോറടിച്ചിരുന്ന ഒരു ജീവിതമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടെ പാഷനറ്റ് ആണ്. അപ്പോൾ ഒരു മൂവ്മെൻറ്റ് വേണം. എന്ത് സാധനത്തിനാണെങ്കിലും ജീവിതം അല്ല, ഒരു മുമ്പോട്ട് ഒരു ഒഴുക്ക് അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ അത് ഡെഡാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൻ്റെ ജീവിതം ഡെഡായിരുന്നു എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ലായിരുന്നു. ഇപ്പോൾ ആ പേഴ്സൺ ആ എക്സൈറ്റ്മെൻറ്റ് കണ്ടുപിടിക്കും. കാരണം മുമ്പോട്ട് ജീവിക്കാനുള്ള ഒരു പ്രേരണയാണ് ആ എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ചിലപ്പോൾ ഫ്രണ്ട്സിനോട് സ്ഥിരമായിട്ട് സംസാരിക്കുന്നുണ്ടാവാം. ഇത് പഴയ ഒരു ക്രഷായിരിക്കും, അവരോട് സ്ഥിരമായിട്ട് സംസാരിക്കുന്നുണ്ടാവാം. അവരും ചിലപ്പോൾ മാരീഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു മോട്ടിവേഷൻ കൊടുക്കാനായിട്ട് ആരെങ്കിലും ഈ പേഴ്സൺ വേണം. അപ്പോൾ ഒരു മോട്ടിവേറ്റഡ്, ഇപ്പോൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആണ് ഈ പേഴ്സൺ, മനസ്സിലായോ. അപ്പോൾ സ്ട്രെസ് ഉണ്ടായിരുന്നു, ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട്. ഇവിടെ ഒരു 6 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ തേർഡ് പാർട്ടി കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് ആവാം, ഒരു ജിം ആവാം. ഈ പേഴ്സൺ എവിടെയാണോ റിലീസ്, നിങ്ങളിൽ നിന്ന് എവിടെയാണോ റിലീസ് കിട്ടുന്നത് ആ ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ പേഴ്സൺ സ്വന്തം ജീവിതം തിരിച്ചു പിടിക്കാൻ നോക്കുകയാണ്, മനസ്സിലായോ. അപ്പോൾ നേരത്തെ വളരെ വയലൻ്റായിട്ട് പ്രതികരിച്ചിരുന്ന ഒരാളാണ് ഇപ്പോൾ ഇവിടെ പ്രതികരിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നൊരു തിരിച്ചറിവ്. പക്ഷേ റിലേഷൻഷിപ്പിൽ നിന്ന് പോകുന്നില്ല ഈ പേഴ്സൺ കേട്ടോ. ഏരീസ് സ്വന്തം സ്ട്രെങ്ത് പവർ തിരിച്ചെടുക്കുകയാണ് ഈ പേഴ്സൺ. ചിലപ്പോൾ നിങ്ങളായിരുന്നിരിക്കാൻ കൺട്രോൾ. അപ്പോൾ അതിനെ വയലൻ്റായിട്ട് പ്രതികരിച്ചിരുന്ന ഒരാൾ, മനസ്സിലായോ. ഇപ്പോൾ എന്താ പറയുക, എല്ലാം കൺട്രോളായിട്ട് വിചാരിച്ചിരുന്ന ഒരു എനർജി ആയിരിക്കാം ഇത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ നോക്കുകയാണ് എന്നൊരു ചിന്ത ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ചിലപ്പോൾ ഇതിൽ നിന്നൊരു റിലീസായിട്ട് തേർഡ് പാർട്ടി കണക്ഷനിലേക്കൊക്കെ പോകാൻ നോക്കിയപ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു ഫ്രണ്ടോ പഴയ ഒരു ക്രഷിനെയോ കണ്ടുമുട്ടിയപ്പോൾ അവർ ഒരു ഉപദേശം നൽകിയതായിരിക്കാം. അല്ലെങ്കിൽ ഇവരൊരു
മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് ഈ പേഴ്സണ് ഒരു ജീവിതമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി. അങ്ങനെയാണ് കാണിക്കുന്നത്. ഈ പേഴ്സണ് കുറ്റബോധമുണ്ടോ? നിങ്ങളിൽ നിന്ന് ഇത് കാര്യങ്ങളെല്ലാം സീക്രട്ടായിട്ട് വെക്കുന്നതിൽ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നില്ല, ഈ പേഴ്സൺ കുറ്റബോധമുണ്ടോ? യെസ്, കുറ്റബോധമുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു റീകൺസിലിയേഷൻ നിങ്ങളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല. റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് ഈ പേഴ്സൺ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക, പ്ലാനിങ്ങിലൊക്കെയാണ് ഈ പേഴ്സൺ. നിങ്ങളുമായിട്ട് ഒരു സഹകരണ മനോഭാവത്തിൽ തിരിച്ചു വരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? പണ്ട് എങ്ങനെയായിരുന്നു നിങ്ങൾ അതുപോലെയുള്ള റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് പ്രയോറായിട്ട് കുറേ കാര്യങ്ങൾ ഈ പേഴ്സണ് ചെയ്യാനുണ്ട്. ഈ പേഴ്സൺ തന്നെ ക്ലെൻസ് ചെയ്യാനുണ്ട്, ഹീൽ ചെയ്യാനുണ്ട്. എന്നിട്ട് തിരിച്ച് വന്നിട്ട് കാര്യമുള്ളൂ എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇപ്പോൾ പ്രതികരിക്കാത്തത്. നിങ്ങൾ മന്ദം വിടുന്നുണ്ടാവും, ഇതെന്താണത്, ഞാൻ ഇത്രയുമൊക്കെ ഇതുണ്ടാക്കിയിട്ട് ഒരു റിയാക്ഷൻ ഇല്ലല്ലോ എന്ന്. മനസ്സിലായോ? അപ്പം അതാണ് കാര്യം. എല്ലാം നല്ലതിനാണ്, കുഴപ്പമില്ല. സ്കോർപിയോ, Aries, Cancer, Taurus, Leo, Aquarius, Scorpio, Sagittarius, Gemini, Leo, Cancer, Leo, Sagittarius, പിന്നെയും Taurus, Leo, Aquarius, Scorpio, Taurus, Libra, Aquarius, Cancer, സ്കോർപിയോ. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും അനുഗ്രഹിച്ചു തരാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. ബൈ ബൈ.